ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാർത്തിക് സുബ്രായന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനെത്തിയ പേട്ട ഇറങ്ങിയിട്ട് 7 വർഷം തികയാണ്. അപ്പോൾ പേട്ടയെ കുറിച്ചാണ്. കാർത്തിക് സുബ്രായന്റെ സംവിധാനത്തിൽ അനിരുദ്ധിന്റെ സംഗീതത്തിൽ രജനീകാന്ത് നായകനെത്തിയ ചിത്രം പേട്ട. രജനിക്ക് പുറമെ വിജയ് സേതുപതി, ബോബി സിംഹ, നവാസുദ്ദീൻ സിദ്ദിഖി, സിമ്രൻ, തൃഷ അങ്ങനെ പല പ്രമുഖ താരങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു. എല്ലാവരും കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും അവരുടെ റോളൊക്കെ നല്ല രീതിയിൽ ചെയ്തു. ഒരുപാട് രജനി ആരാധകർ, ടെക്നിക്കലായാലും ആക്ടിംഗ് ആയാലും ഈവൻ പ്രൊഡ്യൂസർ വരെ കുറെ രജനി ആരാധകർ തന്റെ ഇഷ്ട നടനായ രജനിക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു പേട്ട. ഗെറ്റ് രജനിഫൈഡ് എന്നായിരുന്നു പേട്ടയുടെ ടാഗ് ലൈൻ തന്നെ. പേട്ട ഇറങ്ങുന്നതിന് മുമ്പ് രജനിക്ക് ഇറങ്ങിയ ചിത്രങ്ങൾ 2.0, കാല, കബാലി എന്നീ 3 ചിത്രങ്ങളായിരുന്നു. ഇത് കാലയും കബാലിയും ആക്ടിംഗ് ഓറിയന്റഡ് കണ്ടന്റ് ആ വഴി പോയി. 2 സയൻസ് ഫിക്ഷനും പോയി. പഴയ രജനിയെ ഇനി തിയേറ്ററിൽ കാണാൻ കഴിയില്ല എന്ന് പലരും പറഞ്ഞു തുടങ്ങി. ആ സമയത്തായിരുന്നു പേട്ട വന്നത്. 2007 ശിവാജിക്ക് ശേഷം ഏകദേശം 12 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് രജനിയുടെ എല്ലാ മാനറിസവും ആക്ഷനും എല്ലാം പേട്ടയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന്റെ ടാഗ് ലൈൻ ഗെറ്റ് രജനിഫൈഡ് എന്നായിരുന്നു. അനിരുദ്ധ് തന്റെ അമ്മാവിന് വേണ്ടി ആദ്യമായി സംഗീതം ഒരുക്കുക എന്നതിനപ്പുറത്ത് തന്റെ ഇഷ്ട നടന് വേണ്ടി ആദ്യമായി സംഗീതം ഒരുക്കുക എന്ന് വേണം പറയാൻ. ചിത്രത്തിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ഒമ്പൻ ഹിറ്റ് ആയിരുന്നു. ഇന്നത്തെ പാട്ടിന്റെ ടൈറ്റിൽ തന്നെ മരണമാസ് എന്നായിരുന്നു. ആ ടൈറ്റിലിനോട് 100% യോജിച്ച പാട്ട് തന്നെയായിരുന്നു മരണമാസ് ഹിറ്റ് ആവുകയായിരുന്നു. അതുപോലെ പടത്തിലെ എല്ലാ പാട്ടും ഹിറ്റ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ക്യാമറ DOP ചെയ്തത് തിരുവായിരുന്നു. സൂര്യയുടെ 24ന്റെ DOP തന്നെയായിരുന്നു ഇതിലും. നല്ല അടിപൊളി ലൈറ്റിങ്ങും ഫ്രെയിമും തലവറിന് അടിപൊളിയായിട്ട് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരെയും. ആക്ഷൻ വരെയാണെങ്കിൽ പീറ്റർ ഹെയിൻ മാസ്റ്റർ ആണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം തലവരുടെ പടത്തിൽ നല്ല അടിപൊളിയായിട്ട് തലവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ച പടവും പേട്ട തന്നെയായിരുന്നു. മേ ബി അവസാനം ഇറങ്ങിയ ചിത്രങ്ങൾ ഏറ്റവും നന്നായിട്ട് ഫൈറ്റ് ചെയ്ത ചിത്രവും പേട്ട തന്നെയായിരിക്കും. ഏജിന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാർത്തിക് സുബ്രാജ്, രജനി ആരാധകനായ കാർത്തിക് സുബ്രാജ് അതിന് മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും കൊമേഴ്ഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ കൊമേഴ്ഷ്യൽ ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി പേട്ടയിലേക്ക് വരുമ്പോൾ നേരെ മറിച്ച് കണ്ടന്റിനെ പ്രാധാന്യമില്ലാതെ തന്റെ ഇഷ്ട നടനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നത് കൊമേഴ്ഷ്യലി കാണിച്ചു തന്ന ചിത്രമായിരുന്നു പേട്ട. അപ്പോൾ പേട്ടയിൽ കാർത്തിക് സുബ്രായന്റെ എല്ലാ പടത്തിലും ഫസ്റ്റ് ഹാഫ് ഒരുപാട് റണ്ണിങ് ടൈം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ലാഗ് അറിയാത്ത രീതിയിൽ പോകുന്ന ചിത്രമായി. അതുപോലെ തന്നെയായിരുന്നു പേട്ടയിലും. നല്ല റണ്ണിങ് ടൈം ഉണ്ടെങ്കിൽ പോലും അത് കോമഡി, ആക്ഷൻ, ആ സിനിമ, ആ പാട്ട്, BGM എല്ലാം കൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കാർത്തിക് സുബ്രായന്റെ എല്ലാ പടത്തിലും ലാഗ് ഉണ്ട്. അത് പേട്ടയിലും ഉണ്ട്. പക്ഷേ ആ ലാഗ് അറിയിക്കാതെ കാർത്തിക് സുബ്രായൻ നോക്കുന്നത് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് വെച്ചാണ്. അത് തന്നെയാണ് പേട്ടയിലും. പേട്ടയിലെ ക്ലൈമാക്സിൽ ഒരു ചെറിയ ട്വിസ്റ്റും ഒപ്പം അവിടെ തലവരുടെ എനർജറ്റിക് പെർഫോമൻസും അനിരുദ്ധിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് നമ്മൾ പേട്ട കണ്ടു കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സെക്കൻഡ് ഹാഫിലെ ലാഗ് മറന്നിട്ട് ആ ക്ലൈമാക്സ് ടൈലൻഡിലെ സീൻ മാത്രമായിരിക്കും ഉള്ളത്. അത് തന്നെയാണ് പേട്ടയുടെ ഏറ്റവും വലിയ വിജയത്തിന് കാരണമായത്. ഇതുപോലെ തന്നെ രജനിക്ക് ഇനി പഴയ പോലെ ആക്ഷനും അതുപോലെ തന്നെ ആ പഴയ സ്റ്റൈലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയുള്ള മറുപടി ആയിരുന്നു പേട്ട. അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിൽ രജനീകാന്ത് ആദ്യം പറയുന്ന ഡയലോഗും അവസാനം പറയുന്ന ഡയലോഗും വെച്ചിരിക്കുന്നത്. ആദ്യം പറയുന്ന ഡയലോഗ് ഞാൻ വീഴ്വേൻ എன்ற നിനത്തായോ എന്നും പടം തീരുമ്പോഴുള്ള ഡയലോഗ് ഇന്താട്ടം പോതുമാ കുഴന്ത എന്നാണ്. അത് രജനിയെ കൊണ്ട് ഇനി പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഒരു ഡയലോഗായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പറയുകയാണെങ്കിൽ ചിത്രം വിശ്വാസമായിട്ട് ക്ലാഷ് റിലീസ് ആയിരുന്നു. സെന്ററുകളിൽ സിറ്റി ഏരിയകളിൽ പേട്ട ലീഡ് ചെയ്തപ്പോൾ B&C ഗ്രാമം, ഈ റൂറൽ ഏരിയകളിൽ വിശ്വാസമായിരുന്നു ലീഡ് ചെയ്തത്. അപ്പൊ പേട്ട തമിഴ്നാട്ടിൽ നിന്നും ഏകദേശം 106-108 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 250 കോടി രൂപയുമാണ് നേടിയത്. നിങ്ങൾ പേട്ട തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പരാശക്തിയുടെ റിവ്യൂവുമായി കണ്ടുമുട്ടാം. അപ്പോൾ അത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ.